ഇന്ന് നമുക്ക് ഈ കൂന്തൽ വെച്ചൊരു കിടു റെസിപ്പി ഉണ്ടാക്കിയാലോ? നബായോ. ആദ്യം നമുക്ക് കൂന്തലിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ഒരു കുക്കറിനകത്ത് ഇട്ടിട്ട് കൊടുക്കാട്ടാ. ഇനി നമുക്ക് അതിലേക്ക് പൊടികളായിട്ടുള്ള 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, ഒരു ചെറിയ സ്പൂൺ കുടംപുളിയും, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിനകത്ത് ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാവേ. സവാള ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സവാള നമുക്കൊരു പിങ്ക് കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാവേ. സവാള ഇതുപോലെ പിങ്ക് കളർ ആവുമ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് 2 തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ വഴറ്റിയെടുക്കാവേ. തക്കാളി ഇതുപോലെ നല്ല ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം കൂന്തൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാല ഈ കൂന്തല്ലാതെ നല്ലപോലെ ഒന്ന് പിടിച്ചു വരണേ നമുക്ക് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാവേ. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടക്കിടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. അപ്പൊ നമ്മുടെ കൂന്തലിലെ വെള്ളമൊക്കെ വറ്റി ഇതാ മസാലേന്റെ കൂടെ നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ. പിന്നെ എന്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ബൈ.